ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പരപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചെമ്പരപ്പൂവിൽ വരാനിരിക്കുന്ന ഒരു ഭാഗത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് നാളുകൾക്ക് മുന്നേ നമ്മുടെ സച്ചിയുടെ രേവതിയുടെ പിണക്കങ്ങളാണ് കാണിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഉള്ളത് നല്ല അടിപൊളി എപ്പിസോഡുകളാണ്. സച്ചിയുടെ രേവതിയുടെ പിണക്കങ്ങളൊക്കെ മാറിയതിന് ശേഷം രേവതി നമ്മുടെ സച്ചിക്കായിട്ട് ഒരു കാറൊക്കെ മേടിച്ചു കൊടുത്തിരിക്കുന്നത്. ഇത് അറിയുന്ന സമയത്ത് ശ്രുതിക്കും ചന്ദ്രയ്ക്കൊന്നും തീരെ പിടിക്കുന്നില്ല. അവർ വളരെ അസൂയോടുകൂടി തന്നെയാണ് രേവതിയെ സച്ചിയെ നോക്കിക്കാണുന്നത്. മാത്രമല്ല രേവതി സച്ചിക്കായിട്ട് കാറ് മേടിച്ചു കൊടുത്തു എന്നൊക്കെ അറിയുന്ന സമയത്ത് ചന്ദ്ര നേരെ ശ്രുതിയെ വന്ന് കണ്ടിട്ട് ശ്രുതിക്ക് വേണ്ടിയിട്ട് ഒരു ബിസിനസ് നടത്താനുള്ള പൈസ അച്ഛനോട് പറഞ്ഞ് എങ്ങനെയും ഒപ്പിച്ചു തരണം, ശ്രുതിക്ക് ഒരു സപ്പോർട്ട് കൊടുത്താൽ മതി, വെച്ചടി ഉയർത്തി ശ്രുതി ചെല്ലുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതിക്ക് നല്ല പ്രഷർ ചെലുത്തുന്നുണ്ടല്ലേ. ഈ ഒരു സമയത്ത് ശ്രുതി ആദ്യമൊക്കെ അച്ഛൻ ടൂറിലാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ചന്ദ്ര എന്ത് പറഞ്ഞാലും വിശ്വസിക്കാൻ പോകുന്നില്ല. അച്ഛൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ഇളയച്ചൻ്റെ കയ്യിൽ നിന്നോ പണം മേടിച്ച് ശ്രുതിക്ക് ബിസിനസ് തുടങ്ങണമെന്നുള്ള ഒരു ചിന്തയോട് കൂടി തന്നെ നടക്കുകയാണ് നമ്മുടെ ചന്ദ്ര. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അത് ഇന്നത്തെ പ്രൊമോയിൽ നമ്മൾ കണ്ട പോലെ മഹിമ ചന്ദ്രയെ കാണാൻ വരുന്നത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, തൻ്റെ മകളെ ശ്രീകാന്തിനെ എന്നേക്കുമായിട്ട് തൻ്റെ വീട്ടിൽ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ട് വലിയൊരു തന്ത്രവുമായിട്ടാണ് മഹിമ വരുന്നത്. അതായത് ഈ ഒരു ചടങ്ങ്, താലി പിരിച്ച് മാറ്റ ചടങ്ങ്, ആ ഒരു ചടങ്ങ് തൻ്റെ വീട്ടിൽ വെച്ച് നടത്തുന്ന പ്രകാരം മഹിമയുടെ ഉദ്ദേശം എന്നത് സച്ചിയെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഈ ഒരു ചടങ്ങ് അലങ്കോലമാക്കുക, അതിലൂടെ തന്നെ എന്നേക്കുമായിട്ട് വർഷ സച്ചിയെയും വീട്ടുകാരെ വെറുത്ത് തൻ്റെ വീട്ടിൽ നിലനിൽക്കുക എന്ന രീതിയിലുള്ള പല പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് മഹിമ വീട്ടിലേക്ക് ചെല്ലുന്നത്. മഹിമ തൻ്റെ മകളുടെ ചടങ്ങ് നടത്താനൊക്കെ പറഞ്ഞു വരുന്ന സമയത്ത് ചന്ദ്ര മഹിമയുടെ ഒരു കാര്യം പറയുന്നുണ്ട്. മഹിമയെ വർഷയുടെ താലി പിരിച്ച ചടങ്ങ് നടത്തുന്നത് എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്, പക്ഷേ വർഷയെക്കാളും ഒരുപാട് മുതിർന്ന ആളെ ശ്രുതിയുടെ ഇതുവരെ ചടങ്ങ് നടത്തിയിട്ടില്ല, അതുകൊണ്ട് തന്നെ ഈ ഒരു ചടങ്ങും കൂടെ ഈ ഒരു കൂട്ടത്തിൽ നടത്തുന്നതിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് മഹിമ പറയുന്നത് എനിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടില്ല എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇവർ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് ശ്രുതി അടുത്തുണ്ടാവും. അപ്പോൾ ശ്രുതി ആണെങ്കിൽ ആകെ ടെൻഷൻ ആവുകയാണ്. കാരണം തൻ്റെ താലി പിരിച്ച ചടങ്ങ് നടത്തി കഴിഞ്ഞാൽ ഗൾഫിലുള്ള അച്ഛൻ നാട്ടിലേക്ക് വരണം, അത് മാത്രമല്ല പലവിധ ചിലവുകളും ഉണ്ടല്ലോ, ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് പൈസ മുടക്കണം, സ്വർണ്ണങ്ങൾ മേടിക്കണം, സാരി മേടിക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇളയച്ചൻ വന്നതിന് ടെൻഷൻ മാറിയുള്ളൂ, ഇനി ഒരു അച്ഛനെയും കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിലേറെ വലിയ ടെൻഷൻ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ശ്രുതിനെ കാണാനായിട്ട് ചന്ദ്ര വരികയാണ്. എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, താലി പിരിച്ച ചടങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് നീ കേട്ടല്ലോ, അതുകൊണ്ട് എത്രയും വേഗം തന്നെ ഈ ചടങ്ങിന് അച്ഛൻ ഉണ്ടായിരിക്കണം, മാത്രമല്ല ചടങ്ങ് എല്ലാ രീതിക്കും വളരെ മംഗളമായി തന്നെ നടത്തേണ്ട രീതിക്ക് എത്രയും വേഗം, ഇനിയിപ്പോൾ ഈ ടൂറിലാണ് അതാണ് ഇതാണെന്നൊന്നും പറയേണ്ട കാര്യമില്ല, അച്ഛൻ എത്രയും വേഗം ഇവിടെ വരണമെന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര പറയും. പിന്നീട് നമ്മുടെ ശ്രുതി ഒരു കാര്യം മീരയോടായിട്ട് പറയുന്നുണ്ട്. പക്ഷേ മീരയ്ക്ക് ശ്രുതിയെ സഹായിക്കണമെന്നുണ്ട്, പക്ഷേ തൻ്റെ കയ്യിൽ പണമില്ലാത്തതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്നുള്ള അവസ്ഥയിൽ നിൽക്കുകയാണ് മീരയും. അങ്ങനെ ഇരുവരും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ശ്രുതി പിന്നീട് കാണുന്നൊരു മാർഗം എന്ന് പറഞ്ഞാൽ നാട്ടിലുള്ള തൻ്റെ അമ്മയെ വിളിക്കുകയാണ്. അമ്മയെ വിളിച്ചിട്ട് കുറച്ച് പണം അമ്മയുടെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് തൻ്റെ കയ്യിൽ പണമില്ല എന്ന് പറയുകയാണ്. പെട്ടെന്ന് തന്നെ ശ്രുതി വളരെ സങ്കടത്തോടുകൂടി തന്നെ അമ്മയുടെ കയ്യിൽ പണമില്ലാലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും വിമലാന്റി ചോദിക്കുന്നുണ്ട്, എന്താ നിനക്ക് ഇത്ര പണത്തിന് അത്യാവശ്യം എന്ന് ചോദിക്കുന്ന സമയത്ത് അപ്പോൾ ശ്രുതി തൻ്റെ അമ്മയുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ട്, അതായത് മഹിമ ചന്ദ്രയെ കാണാൻ വന്നിരുന്നു, വർഷയുടെ താലിമാറ്റ ചടങ്ങിനെ കുറിച്ച് സംസാരിച്ച നേരത്തെ എൻ്റെയും നടത്താനുമെന്ന് ആഗ്രഹമൊക്കെ പറഞ്ഞു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് വിമലാന്റിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. മാത്രമല്ല തൻ്റെ കയ്യിൽ പണമില്ല എന്നൊക്കെ നമ്മുടെ ശ്രുതിയോട് പറഞ്ഞെങ്കിലും ഏതൊരു അമ്മയ്ക്കും മകളുടെ സങ്കടം കണ്ടു കഴിഞ്ഞാൽ കണ്ടില്ല എങ്കിലും അവർ ശബ്ദം മാറിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ വിമലാന്റി പറയുന്നുണ്ട്, മോളെന്തെങ്കിലും സങ്കടപ്പെടുന്നൊന്നും വേണ്ട, അമ്മേനെ കൊണ്ട് പറ്റുമോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് കോള് കട്ട് ചെയ്യുന്നത്. പിറ്റേന്ന് നേരം പുലരുന്ന സമയത്ത് തന്നെ വിമലാന്റി ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിലേക്ക് വരികയാണ്. പാർലറിലേക്ക് വരുന്ന സമയത്ത് ശ്രുതി അമ്മയെ കാണുമ്പോഴത്തേക്ക് ആകെ ടെൻഷൻ അടിക്കട്ടെ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് നീയല്ലേ പണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പണവുമായിട്ട് വന്നാണെന്ന് പറയട്ടെ. അപ്പോൾ തന്നെ ശ്രുതി അമ്മയെ കൂട്ടിക്കൊണ്ട് അകത്തേക്ക് റൂമിലേക്ക് കയറി ചെല്ലുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് അവിടെ നിന്ന് പണം കിട്ടിയെന്ന് ചോദിക്കുന്ന സമയത്ത് നിന്റെ ആദ്യ വിവാഹം നടന്നില്ല, ആ വിവാഹത്തിന് താലിമാല ഞാൻ കളയാതെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, വിറ്റിട്ടുള്ള ആ ഒരു പണവുമായിട്ടാണ് താൻ വന്നിരിക്കുന്നത് എന്നൊക്കെ പറയുന്ന സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, അതെന്തായാലും നന്നായി, അതുകൊണ്ട് ഇങ്ങനെയെങ്കിലും ഒരു ഉപയോഗം ഉണ്ടായല്ലോ എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഇവർ തമ്മിൽ ഇതിൻ്റെ അകത്ത് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ചന്ദ്ര അങ്ങോട്ടേക്ക് വരുന്നത്. ചന്ദ്ര വന്ന ഉടനെ തന്നെ ബോർഡിലേക്കൊക്കെ നോക്കുന്ന സമയത്ത് തൻ്റെ പേര് മാറ്റിയതിൻ്റെ പേരിലൊക്കെ ചെറിയൊരു സങ്കടമൊക്കെ വരുന്നുണ്ട്. പെട്ടെന്ന് അകത്തേക്ക് ചെല്ലാൻ തുടങ്ങുന്ന സമയത്ത് അവിടെ ഫ്രണ്ട് സ്റ്റാഫായിട്ട് നിൽക്കുന്ന പെൺകുട്ടി പറയുകയാണ്, മേഡം ഇപ്പോൾ അകത്തേക്ക് പോകരുത്, വേറെ കസ്റ്റമറുമായിട്ട് ശ്രുതിമേള സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുകയാണ്. അങ്ങനെ ഒരുപാട് നേരം ചന്ദ്ര പുറത്ത് നിൽക്കുന്നുണ്ട്. ഈ ഒരു സമയത്തും ചന്ദ്ര പുറത്ത് നിൽക്കുകയാണെന്ന് അറിയാതെ തന്നെ ശ്രുതിയും അമ്മയും ഒരുപാട് കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ നിത്യയോടായിട്ട് ചന്ദ്ര പറയുന്നത്, ഞാനിവിടെ വന്നിട്ടുണ്ടെന്ന് പോയി പറ എന്ന് പറയുന്ന സമയത്ത് നിത്യ അകത്ത് എന്നിട്ട് പറയുകയാണ്, മേഡത്തിൻ്റെ അമ്മായിയമ്മ വന്നിട്ടുണ്ടെന്ന് പറയാം കേട്ടോ. ഈ ഒരു സമയത്ത് വിമലാന്റിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. വിമലാന്റിക്ക് പുറത്തേക്ക് പോകാനും പറ്റില്ല, എന്നിട്ട് അകത്തൊരിടത്ത് ഇരുത്താനും പറ്റില്ല. ആ ഒരു ടെൻഷനിലാണ് വിമലാന്റിയും ശ്രുതിയും ഉള്ളത്. ഇതേ സമയത്ത് തന്നെ ചന്ദ്രയാകട്ടെ താൻ വന്നു എന്നുള്ള കാര്യം പുറത്ത് നിൽക്കുന്ന പെൺകുട്ടി വന്ന് പറഞ്ഞിട്ടും ശ്രുതി എന്തുകൊണ്ട് അകത്തേക്ക് വരാൻ പറയാത്തത് എന്നുള്ള ദേഷ്യം കാരണം അകത്തേക്ക് ചെല്ലാൻ തുടങ്ങുന്ന സമയത്ത് നിത്യ
വേഗം പിടിച്ചു നിർത്തുകയാണ്. മേഡം അകത്തേക്ക് കയറി ചെല്ലരുത്, ശ്രുതി മേഡം വേറെ കസ്റ്റമറായിട്ട് സംസാരിക്കുകയാണ്, മേഡം കയറി ചെന്ന് കഴിഞ്ഞാൽ ശ്രുതി മേഡം എന്നെയാണ് വഴക്ക് പറയാന്നൊക്കെ പറയാം കേട്ടോ. അങ്ങനെ കുറച്ച് നേരം കൂടെ നമ്മുടെ ചന്ദ്ര അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് നടക്കുന്നുണ്ട്. അവസാനം സഹി കിട്ടുന്ന ചന്ദ്ര നിത്യ നിൽക്കുന്ന ഡോറിന്റെ നേരെ ഓപ്പോസിറ്റ് വേറൊരു വഴിയുണ്ട്. അതിൽ തന്നെ അകത്തേക്ക് കയറി ചെല്ലുകയാണ്. നിത്യാണെങ്കിലും മേഡം അകത്തേക്ക് കയറി പോകരുത്, തന്നെ ശ്രുതി മേഡം വഴക്ക് പറയുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പുറകെ ചെല്ലുന്നത്. അകത്തേക്ക് ചന്ദ്ര കയറി ചെല്ലുന്ന സമയത്ത് നമ്മുടെ ശ്രുതി എന്താ ചെയ്യാന്ന് വെച്ചാൽ നല്ല അതിബുദ്ധി കാണിക്കുകയാണ്. അതായത് വിമലാന്റീനെ ഫേഷ്യലൊക്കെ ചെയ്ത് കണ്ണിന്റെ മുകളിൽ വെള്ളരിക്കൊക്കെ മുറിച്ച് വെച്ചിരിക്കുകയാണ്. അതായത് ആളെ ഒട്ടും മനസ്സിലാവാത്ത രീതിക്ക് നമ്മുടെ വിമലാന്റിനെ അവിടെ ഇരുത്തിരിക്കുകയാണ് കേട്ടോ. ചന്ദ്ര വന്ന ഉടനെ തന്നെ ചോദിക്കുന്നുണ്ട്, നീ ഞാൻ വന്ന് അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് ആന്റിയാണ് വന്നത്, ഞാൻ കരുതി വേറെ ഏതോ കസ്റ്റമർ ആയിരിക്കുമെന്ന് കരുതിയാണ് അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത്, ആന്റി എന്താ വന്നതിനൊക്കെ ചോദിക്കും. കൂടെ തന്നെ വിമലാന്റി കൊണ്ടെത്തുന്ന ആ പണം ചന്ദ്രക്കായിട്ട് കൊടുക്കാൻ കേട്ടോ. പണം കാണുന്ന സമയത്ത് നമ്മുടെ ചന്ദ്രയുടെ കണ്ണ് മഞ്ഞളിക്കുകയാണ്. പിന്നെ ഫേഷ്യലും വേണ്ട ഒന്നും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ പണം പിടിച്ചുകൊണ്ട് പോകാൻ തുടങ്ങുന്ന സമയത്ത് ഫേഷ്യലൊക്കെ ഇട്ടിരിക്കുന്ന നമ്മുടെ വിമലയെ നോക്കട്ടെ. എന്നിട്ട് പറയണത്, എനിക്ക് നിങ്ങൾ ആരാണെന്ന് പറ്ററിയില്ല, പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഇതെന്റെ മരുമകളല്ല, മകളാണ്. ഞാൻ എൻ്റെ സ്വന്തം മോളെ പോലെയാണ് ഇവളെ നോക്കുന്നത്. ഇവക്ക് അമ്മയില്ല എന്നുള്ള യാതൊരു വിധ ബുദ്ധിമുട്ടും ഞാൻ വരുത്തിയിട്ടില്ല. ഇവക്കടെ ചെറുപ്പത്തിൽ ഇവളുടെ അമ്മ നഷ്ടപ്പെട്ടു, അച്ഛനാണെങ്കിൽ വേറെ വിവാഹം കഴിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി എന്തൊക്കെ കള്ളത്തരങ്ങൾ ചന്ദ്രയോട് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം തന്നെ ചന്ദ്ര പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും വേഗം വിമലാന്റിയുടെ കണ്ണുകൾ നിറഞ്ഞു വരിക കേട്ടോ. ഈ ഒരു കാഴ്ച കാണുന്ന സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട്, നമ്മൾ പറയുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ അവർക്ക് ഫീൽ ആവുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്, അവരുടെ കണ്ണ് നിറയുന്നുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ശ്രുതി പറയുന്നുണ്ട്, അതൊന്നും അല്ല ആന്റി, ഇത് ഫേഷ്യൽ ഇട്ടിട്ട് വെള്ളരിക്കയുടെ ആ ഒരു തണുപ്പ് കാരണം കണ്ണ് നിറഞ്ഞു വരുന്നതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കണക്കിന് ചന്ദ്രയെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. അങ്ങനെ നമ്മുടെ വിമലയും ചന്ദ്രയും നേർക്ക് നേരെ വരുന്നുണ്ടെങ്കിലും ചന്ദ്രയ്ക്ക് വിമലയാണ് ശ്രുതിയുടെ അമ്മയെന്നോ വിമലയാണ് ബ്യൂട്ടീഷ്യൻ ചെയ്ത് അവിടെ ഇരുത്തിയിരിക്കുന്നതെന്നോ മനസ്സിലാകുന്നില്ല. അങ്ങനെ ഒരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.